സുജു എന്താണ് നിലവിലെ സുജു ഇപ്പോൾ രഞ്ജിതയുടെ വീട്ടിലാണെന്ന് മനസ്സിലാകും. നിലവിലെ സാഹചര്യം എന്താണ്? രഞ്ജിതയുടെ വീട്ടിൽ തന്നെ നമ്മളിപ്പോഴും തുടരുന്നുണ്ട്. വലിയ ദുഃഖത്തിലാണ് കുടുംബം. ഉച്ചയ്ക്ക് ഈ വാർത്ത ഈ വിമാന അപകടം ഉണ്ടായെന്നറിഞ്ഞപ്പോൾ രഞ്ജിത ഈ വിമാനത്തിലുണ്ടാകാമെന്ന സ്വാഭാവികമായി ഇവർക്ക് അറിയാം. അത്തരമൊരു വിവരം ലഭിക്കുകയും ആ സമയം മുതൽ തന്നെ കുടുംബം വലിയ വിഷമത്തിലാണ്. പിന്നീടാണ് ഔദ്യോഗികമായി മരിച്ചു എന്ന വിവരം ലഭിക്കുന്നത്. ജില്ലാ കളക്ടർ മുഖേനയാണ് കുടുംബത്തിന് ആ വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് ധാരാളം ആളുകളാണ് ആ കുടുംബത്തെ ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാനായി എത്തുന്നത്. നമ്മൾ നിൽക്കുന്ന എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട് ഉൾപ്പെടെ പൂർത്തിയാകുന്നതിന് മുമ്പാണ് രഞ്ജിത ഈ അപകടത്തിൽ മരണപ്പെടുന്നത്. രഞ്ജിതയ്ക്ക് 2 കുട്ടികളാണ്, 7ലും 10ലും പഠിക്കുന്ന 2 പറക്കമുറ്റാത്ത കുട്ടികളുമുണ്ട്. ഇവരെയും ഒരുമിച്ച് ജീവിക്കുക എന്ന വലിയ സ്വപ്നം ബാക്കിയാക്കിയാണ് രഞ്ജിത ഇപ്പോൾ ലോകത്തോട് വിട പറയുന്നത്. ഏറ്റവും ഒടുവിൽ 3 ദിവസത്തെ അവധിക്ക് വേണ്ടിയാണ് നാട്ടിലെത്തിയത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നേഴ്സ് കൂടിയാണ്. അതിൻ്റെ അവധി ദീർഘിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നാട്ടിൽ ഏറ്റവും ഒടുവിലെത്തിയിരിക്കുന്നത്. മുമ്പ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യും. പിന്നീട് 1 വർഷത്തിൽ താഴെ മാത്രമേ ഉള്ളൂ UK-യിലേക്ക് ജോലി ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നാട്ടിൽ വന്നപ്പോൾ ഈ വീട്ടുകാരോടും അതുപോലെ സുഹൃത്തുക്കളോടൊക്കെ പങ്കുവെച്ചത് ഒന്നെങ്കിൽ നാട്ടിലെത്തി മക്കളോടൊപ്പം താമസിക്കണം, അല്ലെങ്കിൽ ഇവരെയും കൂടി UK-യിൽ കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും അവധി ദീർഘിപ്പിക്കുമ്പോൾ ഒന്നെങ്കിൽ രാജിവെച്ച് തന്നെ ഇവിടെ തിരികെ എത്തുമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അവധിയെടുത്ത് UK-യിലേക്ക് പോയത്. ഏറ്റവും വിഷമമുള്ളത് നമുക്ക് ഈ പിന്നിൽ കാണുന്ന പണി ഏതാണ്ട് 90% പൂർത്തിയാക്കിയ വീട്, അതിൻ്റെ ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ, തൻ്റെ അമ്മയും തൻ്റെ മക്കളെയും ഈ വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്ന രഞ്ജിത ഒരുപാട് ആഗ്രഹിക്കുകയും ആ വീടിൻ്റെ കോൺട്രാക്ടറോടും മറ്റ് ആളുകളോടും ഈ മാസം 28-ന് അതിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് സാധാരണ രീതിയിൽ അവർ മാറി താമസിച്ച ചെറിയൊരു ചടങ്ങ് നടത്തണമെന്നും പിന്നീട് നാട്ടിലെത്തി വിപുലമായ ആഘോഷമായത് ആ വീടിൻ്റെ ഒരു കയർത്താമസം നടത്തണമെന്നൊക്കെ ആഗ്രഹിച്ചാണ്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് അതൊക്കെ തൻ്റെ ഇപ്പോൾ ഇവിടെ എത്തിയ രഞ്ജിതയുടെ അധ്യാപിക സൂചിപ്പിച്ച പോലെ സമർത്ഥമായ വിദ്യാർത്ഥിയായിരുന്നു. നല്ലോണം പഠിക്കുകയും ആ ആഗ്രഹങ്ങളെല്ലാം തൻ്റെ അധ്വാനം കൊണ്ട്, തൻ്റെ പഠന മികവ് കൊണ്ട് തന്നെ എല്ലാം സാധ്യമാക്കുന്നതിലേക്ക് ജീവിതം മുന്നോട്ട് നയിക്കുകയും തൻ്റെ സ്വപ്നങ്ങളൊക്കെ ഓരോന്ന് പൂവണിയുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അപകടത്തിൻ്റെ രൂപത്തിൽ രഞ്ജിതയുടെ ജീവൻ കവർന്നിരിക്കുന്നത്.